everyone. Exercise 37-ലെ 3 questions ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, let D4 be the group of symmetries of the group in example 8.10. Find a decomposition of D4 into conjugate classes. Write the class equation for D4. അപ്പോൾ ഡൈഹെഡ്രൽ ഗ്രൂപ്പിൻ്റെ കോൺജുഗേറ്റ് ക്ലാസ്സസും ക്ലാസ് ഇക്വേഷനുമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ നേരത്തെ S3യുടെ കോൺജുഗേറ്റ് ക്ലാസ്സസും ക്ലാസ് ഇക്വേഷനും കണ്ടുപിടിച്ചിരുന്നു. അതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് D4ൻ്റെയും കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ 8.10 നമ്മൾ D4 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്താണെന്നും അതിൻ്റെ ടേബിളും മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ കണ്ടിരുന്നു. ആദ്യം എലമെൻറ്റ്സ് ഓഫ് D4 ആർ റോ നോട്ട്, റോ 1, റോ 2, റോ 3, μ1, μ2, δ1, δ2. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് ക്ലാസ്സസ് കണ്ടുപിടിക്കുന്നത്. D4ലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോൺജുഗേറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. The conjugate class of rho naught is C of rho naught, which is equal to set of x element of D4 such that x equal to G inverse rho naught G for some G element of D4. അതായത് D4ലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും പോസിബിൾ കോമ്പിനേഷൻസ് G ഇൻവേഴ്സ് റോ നോട്ട് G ആ ഒരു ഫോമിൽ എഴുതിയിട്ട് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോക്കും. ആ വാല്യൂവിൻ്റെ കളക്ഷനാണ് C of rho naught എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇൻവേഴ്സ് എന്താണെന്ന് അറിയണം. അതാണ് ഞാനിവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. അതായത് റോ നോട്ട് ഇൻവേഴ്സ് ഈക്വൽ ടു റോ നോട്ട് ആണ്. റോ നോട്ട് ഈക്വൽ ടു റോ നോട്ട് ആണല്ലോ. ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. റോ 1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് റോ 3 ആണ്. അതായത് റോ 1 റോ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റോ നോട്ടാണ്, ഐഡൻറ്റിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് റോ 1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് റോ 3 എന്നും റോ 3 ഇൻവേഴ്സ് എന്ന് പറയുന്നത് റോ 1 എന്നും കിട്ടും. അതുപോലെ റോ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് റോ നോട്ട് കിട്ടുന്നത്. അപ്പോൾ റോ 2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു റോ 2. സിമിലർലി μ1 ഇൻവേഴ്സ് ഈക്വൽ ടു μ1, μ2 ഇൻവേഴ്സ് ഈക്വൽ ടു μ2, δ1 ഇൻവേഴ്സ് ഈക്വൽ ടു δ1, δ2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു δ2. ഇനി നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് നോക്കുകയാണ്. G ഇൻവേഴ്സ് റോ നോട്ട് G ആ ഒരു ഫോമിൽ D4ലെ എല്ലാ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യുകയാണ്. ആദ്യം റോ നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. റോ നോട്ട് ഇൻവേഴ്സ് റോ നോട്ട് ഈക്വൽ ടു റോ നോട്ട് ആണ്, ഐഡൻറ്റിറ്റി ആണല്ലോ. അതുപോലെ ഇനി അടുത്തത് റോ 1 ഇൻവേഴ്സ് റോ 1 ചെക്ക് ചെയ്യുന്നു. റോ 1 ഇൻവേഴ്സ് റോ 1 എന്ന് പറയുന്നത് റോ 1 ആണ്. സോ നമുക്ക് കിട്ടും റോ 1 ഇൻവേഴ്സ് റോ 1. റോ 1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് റോ 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടും റോ 3 റോ 1 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു റോ നോട്ട്. ഇത് നമുക്ക് ആ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. ആ ടേബിൾ വെച്ച് ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ ചെക്ക് ചെയ്യുന്നു. അതായത് റോ നോട്ടിൻ്റെ G ഇൻവേഴ്സ് റോ നോട്ട് G അങ്ങനെ D4ലെ എല്ലാ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതായത് δ2 വരെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് റോ നോട്ട് തന്നെയാണ്. C ഓഫ് റോ നോട്ട് എന്ന് പറയുന്നത് റോ നോട്ട് തന്നെയായിട്ട് കിട്ടി. അങ്ങനെ നമ്മളൊരു ഇക്വേഷൻ 1 കൊടുത്തു. അടുത്തത് നെക്സ്റ്റ് എലമെൻറ്റ് റോ 1ൻ്റെ കോൺജുഗേറ്റ് ക്ലാസ് കണ്ടുപിടിക്കുകയാണ്. റോ 1ൻ്റെ കോൺജുഗേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സെറ്റ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് D സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു G ഇൻവേഴ്സ് റോ 1 G ഫോർ സം G എലമെൻറ്റ് ഓഫ് D4. അപ്പോൾ D4ലെ ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് G ഇൻവേഴ്സ് റോ 1 G വെച്ച് കണ്ടുപിടിക്കുക. ആദ്യം തന്നെ റോ നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. റോ നോട്ട് ഇൻവേഴ്സ് റോ 1 എന്ന് പറയുന്നത് റോ 1 തന്നെയാണ്. റോ 1 ഇൻവേഴ്സ് റോ 1 ചെയ്യുമ്പോൾ റോ 1 കിട്ടി. അങ്ങനെ δ2 വരെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് δ1 μ2 μ1 ഒക്കെ റോ 3 എന്നാണ് കിട്ടിയത്. ദെർഫോർ C ഓഫ് റോ 1 ഇസ് ഈക്വൽ ടു റോ 1 റോ 3. നേരത്തെ നമുക്ക് ഇവിടെ റോ 1 കിട്ടി, ഇവിടെ റോ 3 കിട്ടി. സോ ദെർഫോർ C ഓഫ് റോ 1 ഇസ് ഈക്വൽ ടു റോ 1 റോ 3 എന്ന് കിട്ടി. അടുത്തത് നെക്സ്റ്റ് എലമെൻറ്റ് റോ 2 കണ്ടുപിടിക്കുകയാണ്. ഇതുപോലെ G ഇൻവേഴ്സ് റോ 2 G ഇസ് ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫുള്ളും റോ 2 തന്നെയാണ്. ദെർഫോർ C ഓഫ് റോ 2 ഇസ് ഈക്വൽ ടു സെറ്റ് റോ 2 എന്ന് കിട്ടി. അടുത്തത് C ഓഫ് റോ 3 കണ്ടുപിടിക്കുകയാണ്. C ഓഫ് റോ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റോ 1 റോ 3 എന്നാണ്. അതായത് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത് റോ 1 റോ 3 ആണ്. സോ C ഓഫ് റോ 3 ഇസ് ഈക്വൽ ടു റോ 1 റോ 3 എന്ന് കിട്ടി. അടുത്തത് μ1 കണ്ടുപിടിക്കുകയാണ്. μ1 കണ്ടുപിടിക്കുമ്പോൾ C ഓഫ് μ1 ഇസ് ഈക്വൽ ടു μ1 μ2 എന്ന് കിട്ടും. μ2 കണ്ടുപിടിക്കുന്നു.
മ്യൂ2 കണ്ടുപിടിക്കുമ്പോൾ സി ഓഫ് മ്യൂ2 ഇസ് ഈക്വൽ ടു എഗെയിൻ മ്യൂ1 മ്യൂ2 തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് ഡെൽറ്റ1 കണ്ടുപിടിക്കും. ഡെൽറ്റ1 കണ്ടുപിടിക്കുമ്പോൾ സി ഓഫ് ഡെൽറ്റ1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ1 ഡെൽറ്റ2 എന്ന് കിട്ടാണ്. അടുത്തത് ഡെൽറ്റ2 കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് ഡെൽറ്റ2 ജി ഇൻവേഴ്സ് ഡെൽറ്റ2 ജി, ആ ഒരു ഫോമിലെ എല്ലാ എലമെൻസിനെയും ചെക്ക് ചെയ്തിട്ട് എന്താ വാല്യൂ കിട്ടണമെന്ന് നോക്കും. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഡെൽറ്റ1 ഡെൽറ്റ2 ആണ്. അപ്പോൾ സി ഓഫ് ഡെൽറ്റ2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ1 ഡെൽറ്റ2. അങ്ങനെ D4ലെ എല്ലാ എലമെൻസിൻ്റെയും കോൺജുഗേറ്റ് ക്ലാസ്സസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ റിപ്പീറ്റായിട്ട് വരുന്നതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോൺജുഗേറ്റ് ക്ലാസ്സസ്. അത് ഇക്വേഷൻ 1 2 എക്സെട്ര 8 വരെ നോക്കുക. അതിൽ നമുക്ക് കിട്ടും. The conjugate classes for D4 are row 0, set row 1 row 3, set row 2, set mu1 mu2, set delta 1 delta 2. ഇതാണ് നമ്മുടെ D4ൻ്റെ കോൺജുഗേറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ക്ലാസ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലാസ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് NC3. ഇവിടെ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നത് 1 എലമെൻ്റ് ഉള്ള ഓർബിറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് 1 എലമെൻറ്റ് ഓർബിറ്റ്സ് എന്ന് പറയാം. അതായത് ഇവിടെ 1 എലമെൻ്റ് ഉള്ള ഓർബിറ്റ് നമ്മുടെ കോൺജുഗേറ്റ് ക്ലാസ്സസ് കൺസിഡർ ചെയ്യുമ്പോൾ 1 എലമെൻ്റ് ഉള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് സെറ്റ് റോ 0ഉം സെറ്റ് റോ 2ഉമാണ്. അപ്പം നമ്മുടെ നമ്പർ ഓഫ് 1 എലമെൻറ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടി. അടുത്തത് നമ്മൾ NC1 എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓർബിറ്റ്സ്, അതായത് ബാക്കി നമുക്കിവിടെ ഉള്ളത് റോ 1 റോ 3 ഉണ്ട്, mu1 mu2 ഉണ്ട്, ഡെൽറ്റ1 ഡെൽറ്റ2 ഉണ്ട്. ഇതിൻ്റെയൊക്കെ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് NC1 NC2 NC3. ഇവിടെ എല്ലാ ഓർബിറ്റ്സിനും 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് കിട്ടും 2 + 2 + 2. ദെർഫോർ ഓർഡർ ഓഫ് ജി, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് D4 ആണ്. അപ്പോൾ D4ൻ്റെ നമുക്കറിയാം TNൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2n ആണ്. സോ D4ൻ്റെ ഓർഡർ 8 ആണ്. 2 × 4 which is equal to 8. So നമ്മുടെ ക്ലാസ് ഇക്വേഷൻ becomes 8 is equal to 2 + 2 + 2 + 2. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. Next question. Prove that no group of order 96 is simple. ഓർഡർ 96 ഉള്ള ഒരു ഗ്രൂപ്പ് സിമ്പിൾ ആയിരിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. Let G be a group of order 96. That is, order of G is equal to 96. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ which is equal to 2⁵ into 3. Then, by first Silo theorem, G has Silo to subgroups of order 2⁵, which is equal to 32. ഫസ്റ്റ് സൈലോ തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ജിക്ക് ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 32 ആണെന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സൈലോ തിയറം സേസ് ദാറ്റ് let G be a finite group and let order of G is equal to p power n into m, where n greater than or equal to 1 and where p does not divide m. Then G contains a subgroup of order p raised to I for each I where 1 less than or equal to I less than or equal to n. ഫസ്റ്റ് സൈലോ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ജിക്ക്, അതായത് ഓർഡർ 96 ഉള്ള നമ്മുടെ ഗ്രൂപ്പിന് ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് p raised to n into m എന്നുള്ളൊരു ഫോമലാണ്. നമുക്ക് കിട്ടിയേക്കുന്ന 96നെ നമുക്കിതുപോലെ 2⁵ into 3 എന്ന് എഴുതാൻ പറ്റും. സോ ഈ തിയറം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ജി കണ്ടെയ്ൻസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ p raised to i. ഇവിടെ നമ്മുടെ പിക്ക് പകരം നമുക്ക് 2 ആണ്. കണ്ടെയ്ൻസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2⁵ ഫോർ ഈച്ച് i 1 less than or equal to I less than or equal to 5. അതായത് നമ്മുടെ ജിക്ക് 2 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യാം, 2² ഓർഡറുള്ള സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യാം, എക്സെട്ര 2⁵ ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടെ 2⁵ into 3 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിന് 3 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ്, അതായത് 3യും ഇവിടെ ഒരു പ്രൈം നമ്പറാണ്. സോ ഈ തിയറം വെച്ചിട്ട് 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പും എക്സിസ്റ്റ് ചെയ്യാം, പക്ഷെ അത് നമ്മളിവിടെ നോക്കുന്നില്ല. നമ്മളിവിടെ ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് എടുത്തിട്ട് അത് നോർമൽ ആണെന്ന് കാണിച്ച്
നോർമൽ ആണെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ല എന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ 2⁻i ഓർഡറുള്ള ഫോമുല സബ് ഗ്രൂപ്പുകളാണ്. നമുക്കറിയാം, അപ്പോൾ നമുക്കിവിടെ 2² 2⁵ ഇത്തരം ഓർഡറിലുള്ള സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ആയി എന്ന് ഫസ്റ്റ് സൈലോ തിയറം വെച്ച് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സൈലോ പി സബ് ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ മാക്സിമൽ പി സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് സൈലോ പി സബ് ഗ്രൂപ്പ്. സോ ഇവിടെ മാക്സിമം ആയിട്ട് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് 2⁵ ആണ്. അപ്പോൾ 2⁵ ഉള്ള ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ആവുന്ന കിട്ടി. അപ്പോൾ ഫസ്റ്റ് സൈലോ തിയറും സൈലോ പി സബ് ഗ്രൂപ്പിന്റെ ഡെഫിനേഷനും വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് ജി ഹാസ് സൈലോ ടു സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2⁵ വിച്ച് ഇസ് ഈക്വൽ ടു 32. ഇവിടെ 36 അല്ല കേട്ടോ, സോറി 32 ആണ്. നൗ ജിക്ക് സൈലോ ടു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ആയെന്ന് പറഞ്ഞു, അതിൻ്റെ ഓർഡർ 32 ആണെന്ന് കിട്ടി. ഇനി എത്ര സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവുമെന്ന് നോക്കണം. ഇതിന് നമ്മൾ തേർഡ് സൈലോ തിയറമാണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് n be the number of silo to subgroups. Then by third silo theorem n is equal to 1 or 3. അതെങ്ങനെയാണെന്ന് നോക്കാം. തേർഡ് സൈലോ തിയറത്തിൽ പറയുന്നത് if G is a finite group and P divides order of G, then the number of silo P subgroups is congruent to 1 modulo P and divides order of G. That is n നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ജി ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, പി നമ്മുടെ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ്സ് മസ്റ്റ് ബി കോൺഗ്രുവന്റ് ടു 1 മോഡുലോ പി. നമ്മുടെ ഇവിടെ നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് n ആണ്. പി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രൈം 2 ആണ്. സോ n ഇസ് കോൺഗ്രുവന്റ് ടു 1 മോഡുലോ 2 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ n ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആണ്. സോ n ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡർ ഓഫ് ജി 96 ആണ്. സോ n ഡിവൈഡ്സ് 96. n 96നെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എന്നിൻ്റെ വാല്യൂസ് കിട്ടുന്നത് ഡിവൈസസ് ഓഫ് 96 കാണാണ്. അതായത് n is equal to 1 2 3 4 6 8 12 16 24 32 48 and 96. പക്ഷെ നമുക്കറിയാം n must be congruent to 1 modulo 2. n congruent to 1 modulo 2 implies that n minus 1 is a multiple of 2, which അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം n minus 1 multiple of 2 ആകുമ്പോൾ n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന എന്നിൻ്റെ വാല്യൂസിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ n is equal to 1ഉം 3ഉം മാത്രമാണ് ഓഡ് നമ്പേഴ്സ്, ബാക്കിയെല്ലാം ഈവൻ നമ്പേഴ്സാണ്. സോ അതൊന്നും ഇവിടെ പോസിബിൾ അല്ല എന്ന് കിട്ടി. സോ നമ്പർ ഓഫ് സൈലോ ടു സബ് ഗ്രൂപ്പ്സ് മസ്റ്റ് ബി ഈക്വൽ ടു 1 or 3. ഇനി നമ്മൾ 1ഉം ആവാം 3ഉം ആവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇഫ് n is equal to 1 then there is only one silo to subgroup of order 32. n 1 ആണെങ്കിൽ ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് നോർമൽ ആയിരിക്കും. ഒരു സൈലോ പി സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സോ അതേ സെയിം രീതിയിൽ ഇഫ് n is equal to 1 then there is only one silo to subgroup of order 32. The silo to subgroup is then normal since all conjugates of it must be itself. അപ്പോൾ ഇത് നോർമൽ ആയിട്ടുള്ളൊരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ജിക്ക് എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ജി ഇസ് നോട്ട് സിമ്പിൾ. സിമ്പിളിൻ്റെ ഡെഫിനേഷൻ എന്താ? എ ഗ്രൂപ്പ് ഇസ് സിമ്പിൾ ഇഫ് ഇറ്റ് ഇസ് എ നോൺ ട്രിവിയൽ ആൻഡ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ്സ്. നോർമൽ സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിലാണ് ഗ്രൂപ്പ് സിമ്പിൾ ആവുന്നത്. പക്ഷെ നമുക്കിവിടെ നോർമൽ സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ജി ഇസ് നോട്ട് സിമ്പിൾ. നൗ ഇപ്പം നമ്മൾ ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് മാത്രം കണ്ടുള്ളൂ. അടുത്തത് സപ്പോസ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു n is equal to ഒന്നില്ലെങ്കിൽ 1 ആണ് 3 ആണ്. സോ ഇനി 3 സൈലോ ടു സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് ചെക്ക് ചെയ്യാണ്. സപ്പോസ് there are 3 സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 32. Let h and k be 2 of them. Then h intersection must be of order 16. അതായത് നമ്മൾ 3 സൈലോ ടു സബ് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യാണ്. അതിൽ 2 എണ്ണമാണ് എച്ചും കെയും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് ഇൻ്റർസെക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം എച്ചിൻ്റെ ഓർഡർ 32 ആണ്, കെയുടെ ഓർഡർ 32 ആണ്.
ഇനി ലഗ്രാഞ്ചസ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് എച്ചിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് കെയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. നമുക്ക് ലഗ്രാഞ്ചി തിയറം വെച്ചിട്ട് അറിയാം, ഇഫ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ദെൻ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇവിടെ എച്ച് ഇൻ്റർസെക്ഷൻ കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ആണ്. സോ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ മസ്റ്റ് ഡിവൈഡ് ഓർഡർ ഓഫ് എച്ച്. ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് 32 ആണ്. സോ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ മസ്റ്റ് ഡിവൈഡ് 32. അപ്പോൾ 32ൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഡിവൈസസ് കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് 1 വരാം, 2 വരാം, 4 വരാം, 8 വരാം, 16 വരാം. പക്ഷേ 8ഉം അതിന് താഴെയുള്ള ഓർഡറും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടാണ്. സോ ഓർഡർ എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് എച്ച് ഇൻ്റർസെക്ഷൻ വേർ ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 then by lemma 37.8 HK must have at least 128 elements. lemma 37.8 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ order of HK is equal to order of H into order of K by order of H intersection K, where H and K are subgroups of a finite group G. അതാണ് ലെമ്മയിൽ പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഓർഡർ ഓഫ് എച്ച് കെ, അതായത് 8ന് താഴെയുള്ള ഓർഡേഴ്സ് ഇട്ട് കൊടുക്കും. 8 ഇട്ട് കൊടുക്കുമ്പോൾ 128 എലമെൻറ്റ്സ് കിട്ടി. ഇപ്പോൾ 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 128 എലമെൻറ്റ്സിനേക്കാളും കൂടുതൽ വരും. സോ ഓർഡർ 8 അതിന് താഴെയുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ എച്ച് കെ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 128 എലമെൻറ്റ്സ്. പക്ഷേ നമ്മുടെ ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ 96 ഉള്ള ഓർഡറിന് 96 ഓർഡറുള്ളൊരു ഗ്രൂപ്പിന് എന്തായാലും 128, അതായത് ഒരു സബ് ഗ്രൂപ്പ് 128 എലമെൻറ്റ്സ് ഉള്ളൊരു ഇത് പോസിബിൾ അല്ല. സോ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാണ്. ദാറ്റ് ഈസ് എച്ച് കെ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 128 എലമെൻറ്റ്സ്. Contradiction to the fact that G has 96 elements. G ക്ക് 96 elements ഉള്ളൂ. So 128 elements possible അല്ല. Therefore order less than or equal to 8 എന്നുള്ള കേസ്, അതായത് 8ഉം അതിന് താഴെയുള്ള ഓർഡറും പോസിബിൾ അല്ല. Therefore order of H intersection K must be 16. Therefore index of H intersection K in H is equal to order of H by order of H intersection K, which is equal to 2. And order of and index of H intersection K in K is equal to 2. നമുക്കറിയാം ഇൻഡെക്സ് 2 കിട്ടുകയാണെങ്കിൽ അതെന്ന് പറയും ആ ഗ്രൂപ്പ് നോർമൽ ആയിരിക്കും. സോ എച്ച് ഇൻ്റർസെക്ഷൻ കെ ഇസ് നോർമൽ ഇൻ എച്ച് ആൻഡ് കെ. ഹെൻസ് ദ നോർമലൈസർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ കണ്ടെയ്ൻസ് both H and K and must have order a multiple greater than 1 of 32 and is a divisor of 96. അതായത് ബൈ ദ നോർമാലിറ്റി കണ്ടീഷൻ നോർമലൈസർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ കണ്ടെയ്ൻസ് ബോത്ത് എച്ച് ആൻഡ് കെ. മാത്രമല്ല എച്ചിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 32 ആണ്, കെയുടെ ഓർഡർ 32 ആണ്. സോ ഈ നോർമലൈസർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 32 ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 96 ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ഡിവൈസർ ഓഫ് 96. മൾട്ടിപ്പിൾ ഓഫ് 32 ആയിരിക്കണം, ഡിവൈസർ ഓഫ് 96 ആയിരിക്കണം. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 32 ഡിവൈസർ ഓഫ് 96 ആയിട്ട് വരുന്നത് 96 ആണ്. Therefore order of normalizer of H intersection K is equal to 96. പക്ഷേ 96 എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആണ്. സോ നോർമലൈസർ എന്ന് പറയുന്നത് ഹോൾ ഗ്രൂപ്പ് തന്നെയായിട്ടാണ് കിട്ടണത്. ദാറ്റ് ഈസ് നോർമലൈസർ ഓഫ് H intersection K is equal to G, which implies H intersection K is normal in normalizer of H intersection K. Which implies normalizer of H intersection K എന്ന് പറയുന്നത് G ആണ്. സോ H intersection K is normal in G. സോ നമുക്കിവിടെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യാമെന്ന് കിട്ടാണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ജി ഈസ് നോട്ട് സിമ്പിൾ. സോ എൻ എസ് ഈക്വൽ ടു 1, അതായത് ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്തപ്പോഴും 3 സൈലോ ടു സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്തപ്പോഴും നമുക്ക് ജി സിമ്പിൾ അല്ലാന്ന് കിട്ടി. ദസ് നോ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 96 ഇസ് സിമ്പിൾ. ഓർഡർ 96 ഉള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അത് എന്തായാലും സിമ്പിൾ ആയിരിക്കില്ല, ഏത് ഗ്രൂപ്പ് എടുത്താലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prove that no group of order 160 is simple. നേരത്തെ കണ്ട പോലെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 160 ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ അല്ല എന്ന് കാണിക്കണം. ലെറ്റ് G be a group of order 160. That is order of G is equal to 160, which is equal to 2 raised to 5 into 5. Therefore G has either 1 or 5 silo to subgroups of order 32.
ഇത് നമ്മൾ ഫസ്റ്റ് സൈലോ തിയറം യൂസ് ചെയ്യുമ്പോൾ ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും. ഒരു സൈലോ 2 സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 32 എക്സിസ്റ്റ് ചെയ്യുന്ന കിട്ടി. പിന്നെ തേർഡ് സൈലോ തിയറം യൂസ് ചെയ്യുമ്പോൾ എന്നിൻ്റെ പോസിബിൾ, അതായത് എൻ എസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 2ഉം അതുപോലെ എൻ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി, അതായത് എൻ ഡിവൈഡ്സ് 160 എടുക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എൻ എസ് ഈക്വൽ ടു 1, 5 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ കിട്ടാണ്. അപ്പോൾ ജി ഹാസ് എയ്തർ 1 or 5 സൈലോ 2 സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 32 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജിക്ക് ഒരു സൈലോ 2 സബ് ഗ്രൂപ്പുള്ള കേസ് എടുക്കുകയാണ്. ഒരു സൈലോ 2 സബ് ഗ്രൂപ്പ് ഉള്ളെങ്കിൽ അത് നോർമൽ ആയിരിക്കുന്നത് നമുക്കറിയാം. സോ നോർമൽ ആവുമ്പോൾ അത് സിമ്പിൾ ആയിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദർ ഇസ് ഓൺലി 1 സച്ച് സബ് ഗ്രൂപ്പ് ഇറ്റ് ഇസ് നോർമൽ ആൻഡ് വി ആർ ഡൺ. അടുത്ത കേസ് കൺസിഡർ ചെയ്യുന്നത് 5 സൈലോ 2 സബ് ഗ്രൂപ്പ്സ് ഉള്ള കേസാണ്. അതായത് ഇഫ് നോട്ട് ലെറ്റ് എച്ച് ആൻഡ് കെ ബി ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 32. ഈ 5 സൈലോ 2 സബ് ഗ്രൂപ്പ്സിൽ 2 എച്ച് കെ ആണെന്ന് എടുക്കാണ്. Then by lemma 37.8 H intersection must have order either 8 or 16. നേരത്തെ പോലെ ലെഗ്രാഞ്ചസ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈസസ് ഓഫ് 32 എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെമ്മയിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 160നേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂസ് വരുന്നതൊക്കെ ഒമിറ്റ് ചെയ്തു. ബാക്കി നമുക്ക് പോസിബിൾ ആയിട്ടുള്ളതും ഒന്നില്ലെങ്കിൽ 8 ആവാം അല്ലെങ്കിൽ 16 ആവാം. സോ ഫസ്റ്റ് കേസ് order of H intersection K is equal to 16 എന്നെടുക്കുകയാണ്. Therefore, index of H intersection K in H is equal to 2 എന്ന് കിട്ടും. അതുപോലെ index of H intersection K in K is equal to 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇൻഡെക്സ് വരുമ്പോൾ ഇത് നോർമൽ ആയിരിക്കും. That is, H intersection K is normal in H and K. Hence, the normalizer of H intersection K contains both H and K and must have order greater than 1 of 32 and divisor of 160. അതായത് നേരത്തെ പറഞ്ഞ പോലെ നോർമലൈസറിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 32 ആയിരിക്കണം. അതുപോലെ ഡിവൈസർ ഓഫ് 160, ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി ആയിരിക്കണം. ഇവിടെ ഓർഡർ ഓഫ് ജി നേരത്തെ 96 ആയിരുന്നു, ഇവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 160 ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി ഡിവൈസർ ഓഫ് 160 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 32ഉം ഡിവൈസർ ഓഫ് 160 എന്ന് പറയുന്നത് 160 ആണ്. Therefore, order of normalizer of H intersection K is equal to 160. 160 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. സോ നോർമലൈസർ ദ ഹോൾ ഗ്രൂപ്പാണ്. സോ വിച്ച് ഇംപ്ലൈസ് H intersection K is normal in G എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് G is not simple. അപ്പോൾ ഓർഡർ ഓഫ് H intersection K is equal to 16 എടുത്തപ്പോൾ G എന്ന് പറയുന്നത് സിമ്പിൾ അല്ല എന്ന് കിട്ടി. ഇനി നമ്മൾ order of H intersection K is equal to 8 എന്ന് എടുക്കുകയാണ്. If order of H intersection K is equal to 8, then HK has order 32 into 32 by 8, which is equal to 128 elements by lemma 37.8. So, G has at least 127 elements of order 2. നേരത്തെ കണ്ട പോലെ ലെമ്മ വെച്ചിട്ട് എച്ച് കെ ഓർഡർ ഓഫ് എച്ച് കെ കണ്ടുപിടിക്കുകയാണ്. ഓർഡർ ഓഫ് എച്ച് കെ എന്ന് പറയുന്നത് 128 എലമെൻറ്റ്സ് ആണ് കിട്ടി. ഇതിലെ ഐഡൻറ്റിറ്റിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും ജി ഹാസ് അറ്റ്ലീസ്റ്റ് 127 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2. ഐഡൻറ്റിറ്റിനെ ഒഴിവാക്കാണ്. സോ ജിക്ക് അറ്റ്ലീസ്റ്റ് 127 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2-ലുണ്ടെന്ന് നമ്മൾ പറയാണ്. ഇനി അടുത്തത് ഇവിടെ നമ്മുടെ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 160 ആണ്. 160നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 2⁵5 × 5 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം ജിക്ക് സൈലോ 2 സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൈലോ 5 സബ് ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ആവുന്നുണ്ട്. സൈലോ 5 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്, സൈലോ 2 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി നമ്മൾ സൈലോ 5 സബ് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യാണ്. നൗ G has either 1 or 16 silo 5 subgroups of order 5. Order 5 ഉള്ള സൈലോ 5 subgroups എക്സിസ്റ്റ് ചെയ്യാണ്. അത് ഒന്നില്ലെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 16. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ, അതായത് ഫസ്റ്റ് സൈലോ തിയറും തേർഡ് സൈലോ തിയറും യൂസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത്. അതായത് എൻ എസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5 ചെയ്യുക, അതുപോലെ എൻ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ചെയ്യുമ്പോൾ എന്നിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഒരു സൈലോ 5 സബ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ 16 സൈലോ 5 സബ് ഗ്രൂപ്പ് ഉണ്ടാവുമെന്ന് കിട്ടും.
ആദ്യം നമ്മൾ 16 silo 5 subgroups കൺസിഡർ ചെയ്യാണ്. സപ്പോസ് G has 16 silo 5 subgroups. Then 16 subgroups of order 5 would contribute 16 into 4, which is equal to 64 elements of order 5. അതായത് ജിക്ക് 16 സൈലോ 5 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ 16 സബ് ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ 5 ഉള്ള ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് 16 into 5 ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഐഡൻറ്റിറ്റിനെ ഒഴിവാക്കുമ്പോൾ 16 into 4 which is equal to 64 elements of order 5. അതായത് 64 elements of order 5 ഉള്ള ഓർഡർ 5 ഉള്ള 64 എലമെൻറ്റ്സ് ജിക്ക് ഉണ്ടാവും എന്ന് കിട്ടാണ്. സൈലോ 5 സബ് ഗ്രൂപ്പ്സ് 16 എണ്ണം കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു ഓർഡർ 2 ഉള്ള 126 എലമെൻറ്റ്സ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 127 + 64 എലമെൻറ്റ്സ് ജിക്ക്, അറ്റ്ലീസ്റ്റ് 127 + 64 എലമെൻറ്റ്സ് ജിക്ക് ഉണ്ടാവണം. പക്ഷേ ആ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 160 ആണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 160 ആണ്. സോ അതിനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഇവിടെ പോസിബിൾ അല്ല. അതാണ് ഇവിടെ പറയുന്നത്. That is 64 elements of order 5, but since 127 + 64 greater than 160 elements, this is a contradiction. നേരത്തെ കിട്ടിയ 127ഉം ഇപ്പോൾ കിട്ടിയ 64ഉം സൈലോ 2 സബ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ 127ഉം സൈലോ 5 സബ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ 64ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 160 എലമെൻറ്റ്സിനേക്കാളും കൂടുതൽ കിട്ടി, which is a contradiction. Therefore, in this case, there is only one silo 5 subgroup and it must be normal. നേരത്തെ കണ്ടിരുന്നു പോസിബിൾ ആയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു സൈലോ 5 സബ് ഗ്രൂപ്പും അല്ലെങ്കിൽ 60 സൈലോ 5 സബ് ഗ്രൂപ്പുമാണ്. 16 സൈലോ 5 സബ് ഗ്രൂപ്പ് പോസിബിൾ അല്ല. സോ നമ്മുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി വൺ സൈലോ 5 സബ് ഗ്രൂപ്പ്. ഒരു സൈലോ 5 സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. നോർമൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം G is not simple. സോ ഓർഡർ ഓഫ് H intersection K is equal to 16 എന്നെടുത്തപ്പോഴും ഓർഡർ ഓഫ് H intersection K is equal to 8 എന്നെടുത്തപ്പോഴും നമുക്ക് G സിമ്പിൾ അല്ല എന്ന് കിട്ടി. Thus, no group of order 160 is simple.